ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? ഗവീന്റെ താഴെയാണ് ഗൈസ്. ഷുഗർ കട്ടാന്ന് എന്നാലും പകുതി തന്നല്ലേ തരുന്നില്ലേ? ഈ ഒരു യാത്ര വിജിത്താറിന്റെ നാട്ടിലേക്കാണ്. ഒമാനിന്ന് ലീവിന് നാട്ടിലേക്ക് വന്നതാണ്. പയ്യന്നൂരിന്ന് നേരെ വിട്ടത് ആങ്ങമൂഴിയിലേക്കാണ്. അവിടെ ആളെ ബന്ധുവീട്ടിലെല്ലാം പോയി. ഗവിയിലേക്ക് പോകണമെങ്കിൽ KSRTC വഴിയോ അല്ലെങ്കിൽ ഇവിടുന്ന് എൻട്രി ടിക്കറ്റ് എടുത്തിട്ടോ വേണം പോകാൻ വേണ്ടി. എല്ലാവരും എല്ലാം തന്നെ കുളിച്ച് ഫ്രഷലായി പോകുന്ന സമയത്ത് തന്നെ 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുകൊണ്ട് തന്നെ ആംബിയൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോയ സമയം തന്നെ ഫെബ്രുവരിയിലായിരുന്നു. അങ്ങനെ എൻട്രി പാസ് എടുത്ത് നമ്മൾ അവിടെ നിന്ന് നേരെ വിട്ടു. ഇതാണ് കേട്ടോ എൻട്രി പാസ്. ഈ ചെക്ക് പോസ്റ്റ് കിടക്കണമെങ്കിൽ ഈ പാസ് കാണിക്കണം. അങ്ങനെ നമ്മളെ ട്രിപ്പെല്ലാം തുടങ്ങി. അവിടുത്തെ വിജിത്തേട്ടൻ്റെ കസിൻസ് വന്നു. കുറേ ആളുള്ളതുകൊണ്ട് തന്നെ ഇന്നോവയിൽ നിന്ന് മാറി നമ്മൾ ഇസ്യൂസ് കയറി. ഹലോ ഗായ്സ്, വെൽക്കം. ഗവിന്റെ ക്ലൈമറ്റ് കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് മഴക്കാലത്താണ്. വേനൽക്കാലത്ത് പോകുന്ന സമയത്ത് നല്ല ചൂട് തന്നെയാണ്. ഈ കാണുന്നതാണ് മൂഴിയാർ ഡാം. എല്ലാ കൂട്ടത്തിലും കാണൂല്ലേ ഫോട്ടോ എടുക്കാൻ മടിയിലെ ഒരാള്. അങ്ങനെ ഒരാൾ ഇടി കൊണ്ട് കിട്ടാം. വേറെ ആരുമില്ല, നമ്മുടെ വീത്തേട്ടൻ്റെ അച്ഛനാണ്. അങ്ങനെ നിർബന്ധിച്ച് പിടിച്ച് ഫോട്ടോ എടുക്കാനും വണ്ടിയിലിരിക്കാനും ഉള്ളതല്ല. അങ്ങനെ വ്യൂ എല്ലാം കാണാൻ വേണ്ടിട്ട് എല്ലാരും വണ്ടിന്റെ ബാക്കിൽ കയറി. വെയിലിന്റെ ചൂട് കൂടി വരികയാണ്. ആ വൈബ് മിസ്സായി പോയത് അജുവാട്ടിന് മാത്രമാണ്. ഈ ഇരിക്കുന്നതാണ് ആദിലക്ഷ്മി, കൂടിയിലെ നീതി ചേച്ചി, വീറ്റാടിന്റെ ചേച്ചിയാണ് കേട്ടാ. നമ്മളിപ്പോ ഉള്ളത് ശബരിഗിരി പവർ സ്റ്റേഷനിലാണ്. അതെ, വ്യൂ എല്ലാം അടിപൊളിയാണ്. ഏകദേശം ഒരു 12 മണിയെല്ലാം കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഇവിടെ എത്തുന്നത്. വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ മഴക്കാലത്ത് വരുന്ന അടിപൊളി. മഴക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ വ്യൂ അടിപൊളിയായിരിക്കും. വെയിലിന്റെ ചൂട് നല്ലോണം നമ്മൾ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും വേസ്റ്റ് ഇടാൻ വേണ്ടി പാടില്ല കേട്ടോ. വണ്ടീന്റെ ബാക്കിലിരുന്നിട്ട് വ്യൂ എല്ലാം ആസ്വദിക്കാൻ അടിപൊളിയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞേരം നമ്മൾ അതിന്റെ ക്ഷീണം മനസ്സിലാക്കിയത്. ടാൻ അടിച്ച ഒരു വിധായി. ഫോറസ്റ്റിലേക്ക് കയറുന്നതിനനുസരിച്ച് ഇവിടെ തണുപ്പ് കൂടുന്നുണ്ടായിരുന്നു. തണുപ്പുണ്ടെങ്കിലും വെയിലിനൊരു കുറവുമില്ല കേട്ടോ. ഗവിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കാണാൻ വേണ്ടി പറ്റില്ല വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നല്ല ഫ്രെയിംസ് ഉണ്ട്. പിന്നെ വരുന്ന സമയത്ത് വൈബിൽ ആൾക്കാരെ കൂട്ടിട്ട് തന്നെ വരണം. ഇവിടെ എല്ലാം കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഫോറസ്റ്റുകാരനെ തീയിടുന്നതാണ് കേട്ടോ. കാട്ടുതീ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ചെയ്യുന്നത്. ഫോട്ടോഷൂട്ടിലും പറ്റിയ സ്ഥലം കൂടിയാണ് കേട്ടത്. ഈ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. നമ്മൾ പോയ സമയത്ത് ആനനെ ഒന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. കുറച്ച് കുരങ്ങന്മാരെയും അതേപോലെ മാനിനെയാ കണ്ടത്. വെയിലായതുകൊണ്ട് നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ മൃഗങ്ങളെയും കാണൂല കേട്ടോ. ഇങ്ങനെ വണ്ടീന്റെ പിറകിലിരുന്നിട്ടുള്ള യാത്രയും വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എന്തായാലും എക്സിറ്റിലെത്തി. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണെന്നല്ലേ. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയും കൂടി ആയിരുന്നു കേട്ടോ. അവിടുന്ന് ഒരു ചായ കുടിച്ചു. ശരിക്കും ചായ കുടിക്കണ്ടെന്ന് തോന്നിപ്പോയ ഒരു ചായയും കൂടി ആയിരുന്നു കേട്ടോ അത്. എല്ലാവരും വണ്ടീന്റെ മുന്നിൽ കയറിയ സമയത്ത് ഞാൻ ബാക്കത്തെ നല്ല മഞ്ഞും പിന്നെ ഒരു മഴയും വന്ന് നല്ലൊരു അടിപൊളി ക്ലൈമറ്റ്. പിന്നീടുള്ള യാത്ര കൊല്ലത്തേക്കായിരുന്നു.